അപ്പോൾ ടീമേ ഞങ്ങൾ മംഗലം ഡാം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റായി ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ അവൻ തീർച്ചയായിട്ടും വന്ന് കഴിക്കുമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ നൈറ്റ് ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ഉദ്ഘാടനം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അതും ഏട്ടൻ്റെ കൂടെ ഒരു പരിപാടി എനിക്ക് വളരെ ഹാപ്പി. ഉണ്ണിക്കണ്ണൻ ഭയങ്കര താരമുണ്ടായിരുന്നു നാട്ടിൽ. ഇത്രയും പ്രതീക്ഷയില്ല. ബേട്ട അച്ചോ ആ അച്ഛ വിളിക്കണോ വരെ വരേട്ടാ. ആ ഫാനൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കഴിച്ചാ ഭക്ഷണം കഴിച്ചാ? ചായ കട്ടൻ ചായ നമുക്കേ പിന്നെ മതി. എന്താ കഴിക്കാൻ വെച്ചേക്കണ? എന്താ? ആ കൈ കഴുകാം നമുക്ക് ആദ്യം. എവിടെ വെള്ളം എവിടെ വെച്ചാണ്? അവിടെ എവിടെ? സെറ്റപ്പാണല്ല. ഉണ്ണിക്കണ്ണ കൈ കഴിക്കോ? ആ എനിക്ക് അല്ലേലും മതി. ഞാനല്ലേ കഴിക്കുള്ളൂ. അല്ല അല്ലേലും വല്ലപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. പ്ലേറ്റിൽ വീട്ടിൽ നിന്ന് കഴിക്കണല്ലേ. നോക്കട്ടെ അവൻ ഫുഡൊക്കെ ഒന്ന് കാണിക്കട്ടെ. അമ്മച്ചിന്ന് നീങ്ങിയാന്ന് എല്ലാം കുറവുള്ളൂട്ടെ ഏട്ടാ. ഇത് വറുത്ത മീൻ. ഇതെന്താ മീൻ്റെ പേര്? ഇവിടുന്ന് മേടിച്ചതാണ്. പിന്നെ കപ്പയുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞ കപ്പ ഉണ്ടാവും പറഞ്ഞത്. പിന്നെ ഇതെന്താണ്? ചിക്കൻ. പിന്നെ നമ്മുടെ അച്ചിങ്ങ ഉണ്ട്. പിന്നെ ഒരു തോരനുണ്ട്, ചോറുണ്ട്. അയ്യോ ചപ്പാത്തി ഉണ്ടല്ലോ. ഇതെന്താ ഗംഭീര സദ്യ പോലെയല്ല. പഴമുണ്ട്. ഉണ്ണിക്കണ്ണൻ അവിടെ ഇരിക്കും. ചേട്ടൻ ഇവിടെ ഇരിക്കട്ടാ. എല്ലാവരും വീഡിയോ എടുത്തിട്ട് വരും. ടിഫിൻ ഇവിടെ അടുത്ത് തന്നിരുന്നു. ഇല്ല ഇതിലിരിക്കാം. ഉണ്ണിക്കണ്ണൻ വിളമ്പിക്കോ? ആ അമ്മ ഇതിനൊരു ഇത് കയ്യില് അത് നിങ്ങളെ കഴിച്ചാ? കയ്യിലിനെ കറണ്ടി എന്നാ പറയണേ ഇവിടെ. കപ്പ ഇട്ടാ എനിക്ക് കുറച്ച് മതി. കപ്പ മതി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ മതി. അയ്യോ കപ്പ കുറച്ച് സൈഡിലിട്ടാൽ മതി. ചിക്കൻ കറിക്കൊക്കെ നല്ല അടിപൊളി സ്മെല്ലട്ടാ. നല്ല മസാലടാ. എന്താ? അച്ചിങ്ങ മതിയോ? ഞാനിന്ന് കഴിച്ചോട്ടെ. ഇത് മതിയോ ഏട്ടാ? അച്ചാറല്ലേ? ആ മതി. അത് മതി. എത്ര മതി. ഉണ്ണിക്കണ്ണ അവിടെ ഇരിക്ക്. ഉണ്ണിക്കണ്ണ എന്താണ് ഇതിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ കപ്പയാണ്. ഡയറ്റിംഗ് ആണ് പുള്ളി, എനിക്കറിയാതെ. ശരീരം ഭയങ്കര ശരീരമാണ്. ഫുഡിത്തിരി കഴിക്കുള്ള ആള്. ഡയറ്റിംഗിൽ ചിക്കൻ കഴിക്കണോണ്ട് കുഴപ്പമില്ല. ചിക്കനൊക്കെ കഴിക്കാം. മതി. പിന്നെ കൂടുതൽ കഴിക്കേണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. തൽക്കാലം മീൻ വറുത്ത വാ ചോദിക്കട്ടാ. ഇതെങ്ങനെ? ഇത് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ആളാ. ഈ അറിയാം. അത് ഇങ്ങോട്ട് നീങ്ങി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയത്? നല്ല അടിപൊളി. മോളാ ഉണ്ടാക്കിയത്. മോളിനെ വിളിക്കുവാ. ഇത് ഇന്ന് റെസിപ്പിയൊക്കെ ഒന്ന് പറഞ്ഞാ എനിക്ക്. ഞാൻ കുക്ക് ചെയ്യുന്ന ആളാ, അതുകൊണ്ടാ. ഒന്ന് പറഞ്ഞേ, എന്താ എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് പാലക്കാട് സ്റ്റൈലിലാ ആ വെച്ചിരിക്കുന്നത്. ഇതിന് പേര് വല്ലതും ഉണ്ടോ? ഇതിന് പേര് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ചിക്കൻ വരട്ട് അങ്ങനെ വല്ലതാണോ? അല്ല, നമ്മ സാധാരണ ചിക്കൻ കറി വെക്കണേല് കുരുമുളകും ജീരകവും പാലക്കാട് സ്റ്റൈലായിട്ട് വെച്ചു. നല്ല ടേസ്റ്റ് വായിൽ വരുന്നുണ്ട്. പിന്നെ അമ്മച്ചി എന്താ വെച്ചത്? എല്ലാം മകള് വെച്ചോളൂ അല്ലേ? സഹായിച്ച്. മീൻ വറുത്തത് ആരാ? ഇല്ല. ഈ മീനിന്റെ പേര് അറിയോ? അച്ഛൻ പോയിക്കളാ. ഇല്ല എല്ലാം കൊള്ളാം.
മീനിന്റെ പേര് കാളാഞ്ചി അങ്ങനെ എന്താ കളാഞ്ചിയാണോ? അങ്ങനെ എന്തോ കളാഞ്ചി അല്ലേ ഏതായാലും. കളാഞ്ചിയൊക്കെ എനിക്ക് തൊട്ടറിയാം. അങ്ങനെ എന്തോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കടൽ മീനാ. എന്തോ ഒരു കഴിച്ചോ ഉണ്ണിക്കണ്ണം കഴിച്ചോ. കുറേ നാളെ കപ്പ കഴിച്ചിട്ട്. കപ്പയും ചിക്കനും കൂടി നല്ല കോംബോ വേണ്ട. ഉണ്ണിക്കണ്ണന് ഏറ്റവും ഇഷ്ടം എന്താണ് കഴിക്കാനായിട്ട്? എന്നും കഴിക്കും. ചോറൊക്കെ കഴിക്കുവാളൂ. ഇപ്പൊ ചോറ് കഴിക്കൽ കുറവാണല്ലോ. ഇപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ട്. ചെറിയൊരു ഡയറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക്, ഒത്തിരി പേർക്ക് പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എങ്ങനെ ഡയറ്റ് എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തത്. കാലത്ത് ഒരു ദോശ, 2 പുഴുങ്ങിയ മുട്ട. ഇപ്പോൾ ഒത്തിരി പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കഴിച്ച് കൂടുതൽ വെള്ളം കുടിക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു തന്നെ. എന്നാലും ഉണ്ണിക്കണ്ണൻ്റെ ശരിക്കുള്ള റൊട്ടീൻ പറഞ്ഞു കൊടുത്തത് നമ്മൾ ഡയറ്റ് പിടിക്കുമ്പോഴുള്ള. കാലത്ത് 2 പുഴുങ്ങിയ മുട്ട, ഒരു ദോശ, പിന്നെ കൊക്കുമ്പർ ക്യാരറ്റ്, ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, എണ്ണപ്പലഹാരങ്ങൾ, പഞ്ചസാര, മധുരം തീരെ കഴിക്കാറില്ല. അങ്ങനെയാണ്. ഉച്ചയ്ക്ക് വൈകിട്ട് കുക്കുംബർ ക്യാരറ്റ്, 2 പുഴുങ്ങിയ മുട്ട, ഡെയിലി ഒരു 6 മുട്ട അങ്ങനെ കഴിക്കും. പിന്നെ ചിക്കൻ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്നും ഇപ്പോൾ കഴിക്കും. നമ്മളെ പോലുള്ളവർക്ക് ഇതില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെയാണ്. പുഴുങ്ങിയ മുട്ട കഴിക്കാമല്ലേ? പുഴുങ്ങിയ മുട്ട കഴിക്കാം. കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല ഇല്ല. ഇപ്പൊ വെള്ളമായിട്ട് എന്താണ് നമുക്ക് മറ്റേ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല? നമ്മുടെ പെപ്സി, കൊക്കക്കോള? ഇല്ല ഇല്ല, അതൊന്നും കഴിക്കില്ല. പിന്നെ മോര് കുടിക്കാം. മോര് കുടിക്കാം. അപ്പൊ പാവപ്പെട്ടവന്റെ ഡയറ്റിംഗ് പ്ലാൻ ആണ്ട് പറഞ്ഞെങ്ങനെ? പ്രോട്ടീൻ പൗഡർ ഒന്നും എടുക്കാതെ സാധാരണക്കാരന് നിസാര പൈസ ഉണ്ടെങ്കിൽ എല്ലാത്തിനും പൈസ വേണം. വെറുതെ കിട്ടൂല ഈ കുക്കുംബറും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് പാലക്കാട് ഒരുപാട് കുക്കുംബറൊക്കെ വില കുറച്ച് കിട്ടുമെന്നല്ലേ? കുറച്ചൊരിതുണ്ട്. കുറച്ച് വില കുറവുണ്ട്. പാലക്കാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങളുടെ? പാലക്കാടിനെ കുറിച്ച് ഭയങ്കര നിഷ്കളങ്ക, നല്ലൊരു ഇതാണ്. എല്ലാവരും കുഴപ്പമില്ല. അതിനെക്കാട്ടും എല്ലാ നാട്ടിലുള്ള പോലെ ഭയങ്കര ഒരു സന്തോഷം, എല്ലാം ഒരു ഇതാണ്. ഞാൻ പ്രത്യേകത കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് പൂട്ടിയിട്ട് അങ്ങനെ ആയിക്കോളൂ. പാലക്കാടുകാർക്ക് ഗേറ്റ് പൂട്ടൂല. എല്ലാവർക്കും സ്വാഗതമാണ്. ഞാനിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊരു ഭക്ഷണം കഴിക്കണം. ഈ സ്നേഹം വേറെ ജില്ലയിൽ ഉണ്ടാവുന്ന എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ആദ്യമായിട്ടാണ്. അതും നല്ല നാടൻ ഭക്ഷണം. പിന്നെ എന്താ പറയാനുള്ളത്? ഞാൻ ഒരുപാട് സന്തോഷമായിട്ടാ ഈ ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ ആകാത്ത മുന്നിൽ കളിയാക്കി പരിഹസിച്ചവരുടെ മുന്നിൽ കൂടെ, നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ കൂടെ ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ ആക്കിയത് ദൈവവും പിന്നെ ഓരോ ഈ ലോകത്തുള്ള എല്ലാവരും, പിന്നെ വിജയ് സാറും പിന്നെ ഏട്ടനെ പോലെയുള്ള ഒരു സപ്പോർട്ടും, അതുകൊണ്ട് മാത്രം കളിയാക്കി പുച്ഛിച്ചവരുടെ മുന്നിൽ ഇന്ന് ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വിശിഷ്ടാതി സെലിബ്രിറ്റികൾ, നടന്മാർ ഇങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ടാ. ഈ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം എന്താണെന്ന് പഠിച്ച ആളാണ്. നിങ്ങൾ എത്ര വലിയ ഉയരത്തിലെത്തിയാലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പാളിച്ചകൾ ഉണ്ടാവില്ല. പട്ടിണി എന്താണെന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. പട്ടിണിയും പിന്നെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയൊക്കെ ആ ഒരു ഇതിൽ വളർന്ന ആൾക്കാർ. ആ എവിടെ പോയാലും നമുക്ക് ലോകത്ത് എത്ര സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും നമ്മ വന്ന വഴി ഒരിക്കലും മറക്കൂല. അല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ? സത്യമാണ്. ഒരു പാവപ്പെട്ടവൻ്റെ വിശപ്പറിയാൻ പറ്റും. ഞാനും പറയണേ, ഉണ്ണിക്കണ്ണനൊക്കെ ഇനി കുറേ കളയുമ്പോൾ നമുക്ക് ചോറ് മേടിക്കാനുള്ള പൈസ കിട്ടണ കഴിഞ്ഞിട്ട് പിന്നെ 2 പേർക്കും കൂടി നമുക്ക് ഭക്ഷണം മേടിക്കാനുള്ള പൈസ കിട്ടണ സമയം വരും. അപ്പോൾ തീർച്ചയായിട്ടും വിശക്കുന്നവന് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കുക. അതെന്തായാലും എനിക്കൊരു 10 രൂപ കിട്ടുമ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പോഴും എനിക്ക് പേടിയാണ് കേട്ടോ ഒരു കാര്യം ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ യേശു അള്ളാഹു അയ്യപ്പാന്ന് വിളിക്കുന്ന ഒരാളാണ്. ശരിയല്ലാത്തൊരു ആളോ നമ്മുടെ പുറകെ നമ്മുടെ കൂടെ ഒരാൾ കൂടിയല്ല, അപ്പോൾ ദൈവം എനിക്കത് കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ പേടിയാണ്, ആരൊക്കെ പണി തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടക്കുക, ആ ഒരു പേടിയുള്ളൂ. നിങ്ങൾക്ക് ശക്തിയുണ്ട്. ആര് പണി ചെയ്താലും ആ ശക്തിനെ തളർത്താൻ പറ്റൂല. അത് നിങ്ങളുടെ ശക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊരു പവറുണ്ട്. ആ പവർ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ആ പവർ നിങ്ങൾക്കുണ്ട്. ആ പവറിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ആര് തളർത്താൻ ശ്രമിച്ചാലും തളർത്താൻ പറ്റില്ല. നമുക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു തീയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ആ തീ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നതാണ്. അതുള്ള കാലത്തോടെ നിങ്ങൾ ഒരു സ്ഥലത്തും തോക്കൂല, തളരൂല. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ്. കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വിജയ് സാറിനെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് വഴികൾ നോക്കി അവസാനം എടുത്ത വഴിയാണ് നടന്നു പോയിട്ട് വിജയ് സാറിനെ കാണുന്നത്. അത് എത്ര വലിയ പ്രധാനമന്ത്രിയാണെങ്കിലും ഉള്ളുന്ന പെടയും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കാണാൻ വേണ്ടി ഇത്രയും ദൂരത്തിൽ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വെച്ചിട്ടുണ്ടെങ്കിൽ ത്യാഗമാണ്. അതുകൊണ്ടാണ്
ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. അല്ല വീട്ടിൽ ഇരുന്നുകൊണ്ട് വാട്സാപ്പ് വഴിയായിട്ടും AC റൂമിൽ നിന്ന് വിജയ് സാറിനെ കാണാൻ ഒരിക്കലും പറ്റില്ല അല്ലേ? നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം നല്ലതായിരുന്നു, ലക്ഷ്യത്തിലെത്തി. ഇന്നാൾ എന്നെ കൊണ്ട് ഒരാൾ പറഞ്ഞു രക്ഷപ്പെടണില്ല പറഞ്ഞ വീട്ടിൽ ഇരുന്നൊരു പൊട്ടക്കിണറ്റി കിടന്ന തവളനെ പോലെ കുറേ ആളുകളുടെ സംസാരവും കേട്ട് അവരിൻ്റെ പുച്ഛിക്കലും പരിഹസിക്കലും കേട്ട് നമ്മൾ അവരെന്ത് പറയും ഇവരെന്ത് പറയുന്നില്ല, നമ്മളെ പൊട്ടക്കിണറ്റ് ചാടി കടലിലേക്ക് നീന്താൻ പഠിക്കണം. ആ നീന്തൽ ചിലപ്പോൾ മരണത്തിലേക്കായിരിക്കുക. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കും എന്തെങ്കിലും മരിക്കുന്ന ആ ഒരു കോൺഫിഡൻസോടെ ആ കടലിലേക്ക് നീന്തി കയറുമ്പോൾ ആ കിട്ടുന്നൊരു സുഖമില്ലേ. ഒരു സൈക്കിളിൽ വെട്ടുമ്പോൾ ഇത്തിരി കയറ്റം ഒരുക്കുക, കയറ്റം വന്ന സൈക്കിളൊന്നും ബലം പിടിച്ച് ചവിട്ടി ആ കയറ്റം കയറി ആ കയറ്റത്ത് ആ ഇറങ്ങണ സുഖമില്ലേ, അതൊരു പവറാ മക്കളെ. നിങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഒത്തിരി പേർക്ക് സിനിമയിൽ അഭിനയിക്കാനും സിനിമയിൽ ചാൻസോട് ചോദിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ് നമ്മൾ രണ്ടുപേരും. ഒന്നും ആകാൻ പറ്റാതെ നടക്കുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ലൊക്കേഷനിൽ പോയി കാണുന്നില്ല, ആരും കസേരയും കൊടുക്കൂല, ഇരിക്കാനും പറ്റൂല, ചീഫ് ക്ലാസ്സിലാണ് ചായ കൊടുക്കുന്നത്. ഓരോരോ വിഭാഗം അനുസരിച്ച് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റൂല, മറ്റുള്ള നടന്മാരോട് സംസാരിക്കാൻ പറ്റൂല. അപ്പം നിങ്ങൾക്ക് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. അപ്പം മറ്റുള്ളവർക്ക് പ്രചോദനം, പാവപ്പെട്ടവരാണെങ്കിലും ഒരുപാട് വർഷം ഇതിന് പുറകെ കിടക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കാവണമെങ്കിൽ അവർക്കാകാന്നുള്ള ഒരു പ്രചോദനം കിട്ടും. അമ്മച്ചി ഞാൻ വന്നിട്ട് ഇത്തിരി ചോറ് തരണം. ഇവിടെ ഉണ്ട് ചോറ്. ഏതായാലും നല്ല ആൾക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റി. ചപ്പാത്തി കഴിക്കുന്നില്ല, ഞാൻ ചോറിൻ്റെ ആളാണ്. എവിടെ പോയാലേ രാത്രി പോയിട്ട് അമ്മച്ചിട്ട് ചോറ് കഴിക്കും. മതി, ഒറ്റപ്പിടി മതി. ഈ അച്ചിങ്ങൊക്കെ എപ്പോഴും ചോറ് കഴിക്കണം. മതി, ഒന്നും വേണ്ട, ഗ്രേവി മാത്രം മതി. അയ്യോ വേണ്ട, ചിക്കനും കഴിക്കൂല. പയറെടുത്ത് കൊടുക്കുന്ന പയറുണ്ട്. അയ്യോ മീനൊക്കെ കഴിച്ച്. ഇല്ല, എന്റെ സ്വന്തം വീട് പോലെ എല്ലാം വന്നത്. ഞാൻ സ്ഥലത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എങ്ങനെ കയറി പോവാറില്ല. മീനിന്റെ ആളാണ് ഞാൻ. മീനുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇത് അല്ല, ഇത്രയും നല്ല ഭക്ഷണം ഇവിടെ കിട്ടാനാ ഹോട്ടലിൽ പോലും കിട്ടൂല. അപ്പൊ ടീമെ നൈറ്റ് ഫുഡ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗള ഡാമിന്റെ വീട്ടിൽ നിന്നാണ്. പേരിൽ തന്നെ ദൈവമുള്ള ഒരാളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? ഒരു കാര്യം കൂടെ. ഇപ്പോൾ വിനീഷ് ഏട്ടൻ പറഞ്ഞു സിനിമയിൽ ഒന്നും കിട്ടണില്ല എന്ന്. ഇവിടെ ഇരുന്ന മംഗൾ ഡാം ഇരുന്നാലേ, തൃശ്ശൂർ ഇരുന്നാലും, കൊല്ലത്തിരുന്നാലും സിനിമ കിട്ടില്ല. 10 പടം കഷ്ടപ്പെട്ട് 11ാം പടത്തിൽ ഒരു ചെറിയൊരു വേഷം കിട്ടിയാൽ അന്ന് ആ സീൻ എടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ നാളെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ വേണം, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കണം, വഴിയോരത്ത് കിടക്കണം. അവിടെ നിന്ന് വന്ന് ചിലപ്പോൾ സ്റ്റീൽ ക്ലാസ് ആയിരിക്കും. നമ്മളൊരു ആഗ്രഹിച്ചാൽ ആ നടന്മാർ ലാലേട്ടനാണ്, മമ്മൂക്കയാണ്, വിജയ് സാറാണ്, ആരാണെങ്കിലും കൂടെ ഒരുമിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കണം. അത് സങ്കടപ്പെടാതെ അവൻ അതുണ്ട് എന്നല്ല, നമ്മളെ കോൺഫിഡൻസോടെ അവരിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും, കേരളത്തിലിരുന്ന് ഭക്ഷണം കഴിക്കും. നമ്മൾ ആലോചിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ എത്തിക്കും. അതിനുവേണ്ടി ഐ എം വെയിറ്റിംഗ്. ഉണ്ണിക്കണ്ണൻ മംഗളുടെ ഉമ്മ വിനീഷ് ഏട്ടൻ.